നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. എങ്ങനെ പറയാം? കൽ രവിവാർ ഥ. രവിവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. കൽ രവിവാർ ഥ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇനി ഇന്ന് തിങ്കളാഴ്ചയാണ്. അതെങ്ങനെ പറയാം? ആജ് സോംവാർ ഹേ. സോമവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. ആജ് സോംവാർ ഹേ. ഇനി നാളെ ചൊവ്വാഴ്ചയാണ്. അതെങ്ങനെ പറയാം? കൽ മംഗൾവാർ ഹേ. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച. കൽ മംഗൾവാർ ഹേ. കൽ എന്നുള്ളതിന് ഇന്നലെ എന്നും അർത്ഥമുണ്ട്, നാളെ എന്നും അർത്ഥമുണ്ട്. നമ്മളത് സന്ദർഭം അനുസരിച്ച് പറയുക. ഇനി മറ്റന്നാൾ ബുധനാഴ്ചയാണ്. നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം മറ്റന്നാൾ ബുധനാഴ്ചയാണ്. അതെങ്ങനെ പറയാം? പർസോം ബുധവാർ ഹേ. പർസോം എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ. പർസോം ബുധവാർ ഹേ. അതിൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ചയാണ്. അതെങ്ങനെ പറയും? ഉസ്കെ അഗലേ ദിൻ ഗുരുവാർ ഹേ. അഗലേ ദിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം. അതിൻ്റെ അടുത്ത ദിവസം ഉസ്കെ അഗലേ ദിൻ ഗുരുവാർ ഹേ. ഗുരുവാർ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് വരുന്നത്. അതെങ്ങനെ പറയും? ഉസ്കെ ബാദ് ശുക്രവാർ ആത്താ ഹേ. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം. ശുക്രവാർ ആത്താ ഹേ. ശുക്രവാർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ് വരുന്നതെന്ന് പറയാനാണ് ശുക്രവാർ ആത്താ ഹേ എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. അതെങ്ങനെ പറയും? ഉസ്കെ അഗലേ ദിൻ ശനിവാർ ഹേ. ഉസ്കെ അഗലേ ദിൻ അതിൻ്റെ അടുത്ത ദിവസം. ശനിവാർ ഹേ. ശനിവാർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച. ഇപ്പോൾ രാവിലെയാണ്. അതെങ്ങനെ പറയാം? അഭി സുബഹ് ഹേ. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. അഭി സുബഹ് ഹേ. നമ്മൾ പറയത്തില്ലേ സുബഹ് ഹോ ഗയാ ജൽദി ഉഠോ. സുബഹ് ഹോ ഗയാ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു, രാവിലെയായി. ജൽദി ഉഠോ, എഴുന്നേൽക്കൂ. ഇപ്പോൾ ഉച്ചയാണ്. അതെങ്ങനെ പറയാം? അഭി ദുപ്പഹർ ഹേ. ദുപ്പഹർ ദൊപ്പഹർ എന്നൊക്കെ എഴുതും. അഭി ദുപ്പഹർ ഹേ. ദുപ്പഹർ എന്ന് പറഞ്ഞാൽ ഉച്ച. ഇപ്പോൾ അർദ്ധരാത്രിയാണ്. അഭി ആധി രാത് ഹേ. അഭി ആധി രാത് ഹേ. ആധി രാത് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി. അർദ്ധരാത്രിയായി. ആധി രാത് ഹോ ഗയ. അർദ്ധരാത്രിയായി, വേഗം ഉറങ്ങൂ. എങ്ങനെ പറയാം? ആധി രാത് ഹോ ഗയ ജൽദി സോ ജാओ. നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? തും കിത്നെ ബജെ ഉഠ്തേ ഹോ. കിത്തനെ ബജെ എത്ര മണിക്ക്. ഉഠ്തേ ഹോ എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ എഴുന്നേൽക്കാറുള്ളത്. നിങ്ങൾ ദിവസവും എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്? അതിനുത്തരവായിട്ട് വേണേൽ പറയാം മേ 7 ബജെ ഉഠ്തി ഹും, അല്ലെങ്കിൽ മേ 5 ബജെ ഉഠ്താ ഹും. എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ പറയാം. എനിക്ക് വീട്ടിൽ പോകണം. എങ്ങനെ പറയാം? മുझे घर जाना है. മുझे घर जाना है. എന്നെ അവിടെ കൊണ്ടുപോകൂ. മുझे वहाँ ले चलो. മുझे वहाँ ले चलो. ले चलो കൊണ്ടുപോകൂ. ആദ്യം ആഹാരം കഴിക്കൂ. പഹലെ ഖാനാ ഖാലോ. പഹലെ ഖാനാ ഖാലോ. ആദ്യം ആഹാരം കഴിക്കൂ. പഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം. ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. ഖാന ഖാത്തെ സമയ് ബാത് മത് കരോ. ഖാന ഖാത്തെ സമയ് ആഹാരം കഴിക്കുമ്പോൾ ബാത് മത് കരോ സംസാരിക്കരുത്. നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ്? തും യഹാംബർ ക്യാ കർ രഹേ ഹോ. തും യഹാംബർ ഇവിടെ, ക്യാ കർ രഹേ ഹോ എന്തു ചെയ്യുകയാണ്? നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യാ തും മേരി ബാത് സുൻ രഹേ ഹോ. ക്യാ തും മേരി ബാത് സുൻ രഹേ ഹോ. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എങ്ങനെ പറയാം? മേരെ സബ്ർ കാ ഇംതിഹാൻ മത് ലോ, അല്ലെങ്കിൽ മേരെ സബ്ർ കാ ഇംതിഹാൻ മത് കരോ എന്നും പറയാം. സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ, ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, അല്ലെങ്കിൽ ഇംതിഹാൻ മത് ലോ പരീക്ഷിക്കരുത്. ഇനി
വലത് തിരിഞ്ഞു പോകൂ. നമ്മൾ വഴി ചോദിക്കുമ്പം പറയത്തില്ല അവിടുന്ന് അങ്ങോട്ട് വലത് തിരിഞ്ഞു പോകൂ. വലത് തിരിഞ്ഞു പോകൂ എന്നുള്ളതിന് ദായേ മുടുക്കർ ജാവോ. ദായേ മുടിന എന്ന് പറഞ്ഞാൽ വലത് തിരിയുക, വലതു ഭാഗം തിരിയുന്നതിനാണ് പറയുന്നത്. ദായേ മുടുക്കർ ജാവോ എന്ന് പറഞ്ഞാൽ വലതു ഭാഗം തിരിഞ്ഞു പോകൂ. അവിടുന്ന് വലത് തിരിഞ്ഞു പോകൂ എന്നുള്ളതിന് ഉദർസെ ദായേ മുടുക്കർ ജാവോ അല്ലെങ്കിൽ വഹാസെ ദായേ മുടുക്കർ ജാവോ. ഇനി ഇടത് തിരിഞ്ഞു വരൂ, അതെങ്ങനെ പറയാം? ബായേ മുടുക്കറാവോ. ബായേ ഇടത്, ബായേ മുടുക്കറാവോ. എൻ്റെ വീട്ടിലോട്ട് വരുന്നതിന് ആ ഇടത്തോട്ട് തിരിഞ്ഞു വാ എന്നിങ്ങനെ പറയും. മേരെ ഘർ പർ ആനെ കെ ലിയെ ബായേ മുടുക്കറാവോ. ഉദർസെ ബായേ മുടുക്കറാവോ. അവിടുന്ന് ഇടത് തിരിഞ്ഞു വരൂ. നേരെ നടക്കൂ. സീധേ ചലോ. സീധേ എന്ന് പറഞ്ഞാൽ അവിടെ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് നമ്മൾ പറയത്തില്ലേ. ഉദർസെ സീതാ ജാവോ. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരെ. അതുപോലെ സീധേ ചലോ എന്നുള്ളതിന് വേറൊരർത്ഥം കൊണ്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നത്, അതായത് നടു നിവർത്തി നടക്കുന്നതിന്, കൂനിക്കൂടി നടക്കുക, നേരെ നടക്കുക എന്ന് പറയുന്നതിനും സീധേ ചലോ എന്ന് നമുക്ക് പറയാം. ഇനി ചുറ്റും നോക്കൂ, അതെങ്ങനെ പറയാം? ആസ്പാസ് ദേഖോ. ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും. ആസ്പാസ് ദേഖോ, ആപ്കെ ആസ്പാസ് ദേഖോ, നിങ്ങളുടെ ചുറ്റുപാടും നോക്കൂ. കുറച്ച് നീങ്ങിയിരിക്കൂ. തോട ഖിസ്കിയേ. തോട ഖിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇച്ചിരി മാറിയിരിക്കും നമ്മൾ പറയത്തില്ലേ. തോട ഖിസ്കിയേ അല്ലെങ്കിൽ തോട ഖിസ്കോ. കുറച്ച് അടുത്തോട്ടിരിക്കൂ അല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കൂ. തോട പാസാക്കർ ബൈഠോ. തോട പാസാക്കർ ബൈഠോ, അടുത്തോട്ട് വന്നിരിക്കൂ. കൊടുക്കാനായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല, അതെങ്ങനെ ഹിന്ദിയിൽ പറയും? ദേനെ കെ ലിയെ കുച്ച് ബച്ചാ ഹി നഹി. ബച്ചാ ഹി നഹി എന്ന് പറഞ്ഞാൽ ബാക്കിയില്ല എന്നുള്ള അർത്ഥമാണ്. ദേനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി. ദേനെ കെ ലിയെ കുച്ച് ബച്ചാ ഹി നഹി. ഈ ബച്ചാ ഹി നഹി വെച്ച് നമുക്ക് വേറെയും സെൻറ്റൻസുകൾ പറയാം. പറയാനായിട്ട് ഇനി ഒന്നും ബാക്കിയില്ല, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എങ്ങനെ പറയും? കെഹനെ കെ ലിയെ കുച്ച് ബച്ചാ ഹി നഹി, അല്ലെങ്കിൽ കെഹനെ കെ ലിയെ കുച്ച് ബാക്കി നഹി രഖ എന്നങ്ങനെയും പറയാം. ആലോചിക്കാനായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല. സോച്നെ കെ ലിയെ കുച്ച് ബച്ചാ ഹി നഹി, അല്ലെങ്കിൽ സോച്നെ കെ ലിയെ കുച്ച് രഖാ ഹി നഹി. ഞാനിത് ആലോചിച്ചതേ ഇല്ലായിരുന്നു. മേനെ യഹ് സോച്ചാ ഭി നഹി ഥാ. മേനെ യഹ് സോച്ചാ ഭി നഹി ഥാ. ഇതിൽ എൻ്റെ തെറ്റെന്താണ്? ഇസ്മേ മേരാ ക്യാ കസൂർ ഹേ. ഇസ്മേ മേരാ ക്യാ കസൂർ ഹേ. ഇതിൽ എൻ്റെ തെറ്റെന്താണ്? കസൂർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫോൾട്ട്. ഇതിൽ അവൻ്റെ ഫോൾട്ട് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഇസ്മേ ഉസ്കാ ക്യാ കസൂർ ഹേ. ഇസ്മേ ഉസ്കാ ക്യാ കസൂർ ഹേ. ഇതിൽ ഞങ്ങളുടെ ഫോൾട്ട് എന്താണ്? അങ്ങനെ ചോദിക്കാനായിട്ട് ഇസ്മേ ഹമാരാ ക്യാ കസൂർ ഹേ. ഇസ്മേ ഹമാരാ ക്യാ കസൂർ ഹേ. കസൂർ എന്നുള്ള ഈ വാക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടേ ഇല്ല. കസൂർ എന്ന് പറഞ്ഞാൽ ഫോൾട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമുക്ക് ഡെയിലി വർത്തമാനം പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. അതുകൊണ്ടാണ് അത് വെച്ചിട്ടുള്ള 2-3 സെൻറ്റൻസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്